പിണറായി എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിണറായിക്ക് അതറിയാം. പിണറായിക്ക് അറിയാമെന്നതിന് എൻ്റെ മുമ്പിൽ തെളിവുണ്ട്. എം പി ഗോവിന്ദ മാഷെടുത്ത് ഉന്നയിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഞാൻ എന്നെ പാർട്ടിക്ക് വേണ്ടതെന്നുള്ള ഒറ്റ ചോദ്യം ഗോവിന്ദ മാഷോട് ഞാൻ ചോദിച്ചു. അത് ഞാൻ ഇതിൽ ഏഷ്യാനെറ്റിൽ കൊടുത്ത അതിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിണറായിക്ക് അതറിയാം. പിണറായിക്ക് അറിയാമെന്നതിന് എൻ്റെ മുമ്പിൽ തെളിവുണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഇല്ല 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 അദ്ദേഹം അറിഞ്ഞിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണോ? അദ്ദേഹത്തിന് ചെയ്യാലോ. അദ്ദേഹം അല്ല, സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ആണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ നേതാക്കന്മാരും കയറി ഇടപെടുന്ന ഒരു രീതി ഈ പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടി സെക്രട്ടറിയും പാർട്ടി കമ്മിറ്റിയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി. ഇത്തരം വിഷയങ്ങൾ പാർട്ടി വേദികളിൽ പറഞ്ഞ് പാർട്ടിയെ തിരുത്തിക്കുക എന്നുള്ളതല്ലേ സാധാരണ പാർട്ടിയുടെ കീഴ്വഴക്കം? അതല്ല ഇത്രയും വർഷം ചെയ്തത്. ഇത്രയും വർഷം ചെയ്തത് അതാണ്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വരുമ്പോഴാണ് പ്രയോജനമില്ലെന്ന് പറയുന്നത്. പാർട്ടി നേതൃത്വം തന്നെ അതിൽ മനഃപൂർവ്വം അത് അവഗണിക്കുന്നു എന്നാണോ അതിനർത്ഥം? അല്ല, നേതൃത്വം കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ആക്ഷേപം. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ആക്ഷേപം. അങ്ങനെ ശ്രമിക്കണമെങ്കിൽ നേതൃത്വത്തിൽ ആരെങ്കിലും ഇതിൽ പങ്കുണ്ടാവും? അതെനിക്കറിയില്ല. പുറത്തുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം കൂടി ഇതിനകത്ത് ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് അതെനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാനങ്ങനെ പറയല്. എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഇവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ നടന്നതിന് ശേഷം ഏരിയ സെക്രട്ടറി ആയിട്ട് ടി വി രാജേഷ് വന്നിരുന്നു. ടി വി രാജേഷിന്റെ അതെന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ടി വി രാജേഷിനെ സെക്രട്ടറി ആയി കൊണ്ടുവന്നത്. ടി വി രാജേഷിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? ടി വി രാജേഷിനെ കൊണ്ടുവരാൻ ജില്ലാ നേതൃത്വം പറഞ്ഞ കാരണം കൂടുതൽ ഐക്യമുണ്ടാക്കാൻ എന്നതാണ്. പക്ഷേ ടി വി രാജേഷ് പോകുമ്പോൾ പയ്യന്നൂർ പാർട്ടിയിൽ കൂടുതൽ ഐക്യമുണ്ടാക്കി എന്ന അഭിപ്രായം എനക്കടക്കം ആർക്കുമില്ല. ടി വി രാജേഷ് ഉൾപ്പെടുന്ന 2 അംഗ അന്വേഷണ സമിതിയെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചിരുന്നല്ലോ. എന്നിട്ട് എന്തായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. പാർട്ടിയുടെ ഒരു കാശും നഷ്ടപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി ഒരാളും ഒരു കാശും എടുത്തിട്ടുമില്ല. ഇതായിരുന്നു ആ കമ്മീഷന്റെ നിഗമനം. ഇല്ല, കാരണം ഈ 3 കണക്കും ഞാൻ കൃത്യമായി പരിശോധിച്ച ആളാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വർഷക്കാലം ഇന്റേണൽ ഓഡിറ്ററായി വർക്ക് ചെയ്തിട്ട ഒരാൾ കൂടിയാണ്. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ 37 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ സീനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ ഏതാണ്ട് അവസാന കാലം വരെ, അതിന് കുറച്ച് മുമ്പ് വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇന്റേണൽ ഓഡിറ്റർ ജോലിയാണ് ചെയ്തത്. ആ സ്ഥാപനത്തിൽ പലരുടെ പേരിലും നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല.